ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. ഇതിനു മുമ്പ് ഞാനൊരു മീൻകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു മൺചട്ടി വെച്ച് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നല്ലതായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ ഞാനിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ചേർക്കുന്നത്. ചുമന്ന ഉള്ളി ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെളുത്തുള്ളി ഇഞ്ചി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചുമന്നുള്ളി ഇട്ടിട്ടില്ല. ചിലരൊക്കെ ചുമന്നുള്ളി ചേർക്കാറുണ്ട്, ഞാൻ ചേർക്കാറില്ല. അതിനുശേഷം ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മസാല കരിഞ്ഞു പോകാതെ പെട്ടെന്ന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് വഴന്ന് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പിന്നീട് നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കുടംപുളിയുടെ ചേർത്ത് നല്ലതായിട്ട് മസാല ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ നിന്ന് മീൻ പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ആദ്യം അടച്ചു വെച്ചിട്ട് ഞാൻ തുറന്ന് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ആദ്യത്തെ തിള വന്നു കഴിഞ്ഞാണ് ഞാനിത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് നല്ലതായിട്ട് വറ്റി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ മീനൊക്കെ ഇവിടെ നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാവരും ചേർക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചേർക്കാറുണ്ട്. കായം ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ചേർത്തിട്ടില്ലാത്തവർ ഒന്ന് ചേർത്ത് നോക്കുക. അധികം ചേർക്കരുത്, കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള കറിവേപ്പിലൂടെ ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുടംപുളി ഇട്ട് വെച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെന്ന് കരുതുന്നു. ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അപ്പം നമ്മളുടെ ഉച്ചയൂണിന് ഒന്ന് മീൻകറി കൂട്ടി ചോറുണ്ണാം. മീൻകറിയും മാങ്ങാക്കറിയും വൻപയർ തോരനുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.